2 മാസത്തോളം നീണ്ടുനിന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനിതാ അവസാനമായി. ഇപ്പോഴിതാ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളും പ്രഖ്യാപിച്ചു. ബിജെപിയിലെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ അണിനിരന്ന മന്ത്രിസഭയിൽ പക്ഷേ ഒട്ടേറെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളും ബിജെപി നടത്തി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ വെല്ലുവിളികളെ ഒരു പരിധിവരെ അതിജീവിക്കാൻ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎക്ക് കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് അവർ. എന്നാൽ ഇനിയാണ് യഥാർത്ഥ വെല്ലുവിളി അവരെ കാത്തിരിക്കുന്നത്. ഈ വർഷവും അടുത്ത വർഷവുമായി 6ഓളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മന്ത്രിസഭ വന്നപ്പോഴാണ് ഒരു പ്രധാന കാര്യം വെളിപ്പെടുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകിയ പ്രാതിനിധ്യം അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികമാണ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ബിജെപി കാണുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ജമ്മു കശ്മീർ, ഡൽഹി, ബീഹാർ എന്നിവയാണ് ഈ വർഷവും 2025-ലുമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ഈ വിഷയങ്ങൾ കേന്ദ്രം പരിഗണിച്ചുവെന്നും വ്യക്തമാണ്. ഇത്തവണ ബിജെപിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു എന്നത് സത്യമാണ്. എന്നാൽ ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ ബിജെപി വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതിന്റെ പ്രത്യുപകാരമോ അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ എന്നറിയില്ല. ഈ മന്ത്രിസഭയിൽ മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ നിന്നാണ് കൂടുതൽ അംഗങ്ങൾ വന്നിരിക്കുന്നത്. ജൂൺ 9-ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത 72 പേരിൽ 21 പേരും 2025-ൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 6 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവരാണ്. അതായത് 6 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ മാത്രം ആകെ മന്ത്രിമാരുടെ എണ്ണത്തിന്റെ 29.17% അർത്ഥമാക്കുന്നത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്ടോബറിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ഈ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് പകൽ പോലെ വ്യക്തം. ക്യാബിനറ്റ് റാങ്കുള്ള മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഉൾപ്പെടെ 3 മന്ത്രിമാരാണ് ഹരിയാനയിൽ നിന്നുള്ളത്. ഗുർഗുറാം MP റാവു ഇന്ദ്രജിത്തും സഹമന്ത്രിയായി ചുമതലയേറ്റു. 48 MP-മാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്ന് 6 മന്ത്രിമാരുണ്ട് ഇക്കുറി. ജമ്മു കശ്മീരിനെ പ്രതിനിധീകരിച്ചും ഇക്കുറി ഒരു മന്ത്രിയുണ്ട് എന്നതും മറക്കരുത്. കൂടാതെ ജാർഖണ്ഡിൽ നിന്ന് 2 പേരുണ്ട്. ഇക്കൂട്ടത്തിൽ 6 മന്ത്രിമാരുള്ള ബീഹാറിനാണ് നേട്ടമുണ്ടായത്. UP കൈവിട്ടപ്പോഴും ബിജെപിയെ മുറുകെ പിടിച്ചതിനുള്ള ഉപകാര സ്മരണയോ അടുത്ത തിരഞ്ഞെടുപ്പ് കാഹളമോ എന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാന മന്ത്രിമാരെല്ലാം വകുപ്പുകൾ നിലനിർത്തി എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. അമിത്ഷാ ആഭ്യന്തരം, രാജ്നാഥ് സിംഗ് പ്രതിരോധം എന്നിങ്ങനെ മുതിർന്ന നേതാക്കളുടെ വകുപ്പുകളിൽ മാറ്റമില്ല. ഇന്നലെ നടന്ന മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആകെ 72 മന്ത്രിമാരാണ് ചുമതല ഏറ്റെടുത്തത്. അതിൽ 30 പേർക്കാണ് ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നത്. ബിജെപിക്ക് പുറമെ സഖ്യകക്ഷികളിൽ നിന്നുള്ള നേതാക്കളും മന്ത്രിമാരായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഇടം നേടി. തുടർച്ചയായി 3-ാം തവണ അധികാരത്തിലേറിയാണ് നരേന്ദ്രമോദി ചരിത്രം കുറിച്ചിരിക്കുന്നത്. ഇതോടെ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിന് ഒപ്പമെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ പ്രതീക്ഷിച്ച വിജയം കൊയ്യാൻ പക്ഷേ ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇന്ത്യ മുന്നണിയുടെ വെല്ലുവിളിയിൽ പിടിച്ചു നിൽക്കാൻ ഭരണം നിലനിർത്താനും അവർക്ക് കഴിഞ്ഞുവെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോഴും ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാതെ ഒരുപാട് വെല്ലുവിളികളുമായി പെട്ടിരിക്കുകയാണ് ഇത്തവണത്തെ മോദി സർക്കാർ എന്ന് നിസ്സംശയം പറയാം.